ഇവിടെ ഭയങ്കരമായി കാട് പിടിച്ച സമയം ഇപ്പോൾ ഒരുപാട് ആളുകൾ വന്ന് ഇവിടെ കുറേ ഡെവലപ്മെന്റ്സും കാര്യങ്ങളൊക്കെ വന്ന് ഈ കൊടിമരം ഈ കാണുന്ന 2 കൊടിമരത്തിലേക്കാണ് ഉസ്താദ് എപ്പോഴും എല്ലാവരോടും എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും ഉദ്ദേശങ്ങളുണ്ടെങ്കിൽ ഇവിടേക്ക് നേർച്ചയാക്കാനും ഇവിടെയുള്ള ഷിഫാ വെള്ളം വന്ന് കുടിച്ചിട്ട് പോകാനുമാണ് പറയാറുള്ളത്. അങ്ങനെ പറയുമ്പോൾ ഒരുപാട് ആളുകൾക്ക് അനുഭവമുണ്ട്. കാരണം ഒരുപാട് അസുഖങ്ങളും എന്താണോ നിങ്ങൾ നേർച്ചയാക്കുന്നത്, നിങ്ങളുടെ മനസ്സിൽ എന്ത് ഉദ്ദേശമാണുള്ളത് ആ ഉദ്ദേശം വെച്ചിട്ട് ഈ കൊടിമരത്തിലേക്ക് നേർച്ചയാക്കിയിട്ട് നിങ്ങൾ ഇവിടുന്ന് ഷിഫാ വെള്ളം എടുത്തു പോകാനാണ് ഉസ്താദ് എല്ലാവരോടും ഉപദേശിക്കുന്നത്. ഉസ്താദിന്റെ അടുത്തേക്ക് എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് പറയുന്ന ആൾക്കാരോട് ഇങ്ങനെ പറയില്ലേ. ഇതാണ് മൊയ്തീൻ ഷെയ്ഖിന്റെ ഈ കാണുന്ന കൊടിമരാണല്ലേ മൊയ്തീൻ ഷെയ്ഖിന്റെ കൊടിമരം. അത് റിഫായി ഷെയ്ഖിന്റെ കൊടിമരം. അതാണ് റിഫായി ഷെയ്ഖിന്റെ കൊടിമരം അല്ലേ. കൊടിമരം ഇതാണ്. ഈ 2 വശത്തും വന്നിട്ട് ആളുകളോട് പ്രാർത്ഥിക്കാനായിരുന്നു ഉസ്താദ് പറഞ്ഞിരുന്നത്. അടുത്ത കാലത്ത് ഉണ്ടാക്കിയാണ് ഉസ്താദ് മരിക്കുന്നതിന്റെ വളരെ അടുത്ത കാലത്ത് വെള്ളമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉസ്താദ് ഇതിന്ന് വെള്ളം എടുത്തിട്ട് കുടിക്കാൻ പറയാറുണ്ട് എപ്പോഴും. അതായത് ഇവിടെ വരുന്നവരൊക്കെ ഷിഫ എന്തെങ്കിലും അസുഖം എന്തെങ്കിലും മാറാനും എന്ത് അസുഖത്തിന് ഉസ്താദ് ഇവിടുന്ന് അവിടെ ദുആ ചെയ്ത് ഇവിടെ വന്ന് വെള്ളം കുടിച്ചിട്ട് മടങ്ങാൻ പറയില്ലേ. പറയാറാണ്. ഓക്കെ. തൃപ്പഞ്ച് മുഹമ്മദ് മുസ്ലിയാര് എന്റെ കൊടിമരത്തിന്റെ പണിക്ക് കൂടുന്ന ആൾക്ക് 10 ഹജ്ജിന്റെ കൂലി കിട്ടുമെന്ന് പറയുകയും അത് പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെക്കുകയും അത് ആ കമ്മിറ്റിക്കാരടക്കമുള്ള ആളുകളുടെ അറിവോടുകൂടെ രേഖപ്പെടുത്തി വെച്ച് പോയ സംഗതി ഇപ്പോഴും പുസ്തകമായി വിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിപ്പോ എന്താ മറുപടി എന്ന് ആലോചിച്ചിട്ടാണ് ഈ കൗണ്ടർ റിഫോർമേഷന്റെ ആളുകൾ ഇങ്ങനെ വയറിളകിക്കൊണ്ടേയിരിക്കുന്നത്. അവർക്ക് നാരങ്ങക്കട്ടം കുടിച്ചാലൊന്നും ഈ സുന്നികൾക്ക് വയറിളകൽ നിൽക്കൂല. പണ്ടത്തെ മൊയ്തീൻ ഷെയ്ഖല്ല, ഇപ്പോഴത്തെ മൊയ്തീൻ ഷെയ്ഖ് എന്റെ കൊടിമരത്തിന്റെ പണിക്ക് കൂടിയ ആൾക്ക് 10 ഹജ്ജിന്റെ കൂലി കിട്ടും എന്ന് പറഞ്ഞിട്ട് ഇന്നലെ മിഞ്ഞാന്ന് മരിച്ചുപോയാണ്. ഈ പണിക്ക് കൂടിയവർക്ക് ഹജ്ജ് ചെയ്തതിനേക്കാൾ കൂലി കിട്ടും. ഏ പണിക്ക്? നമ്മളെ കീശേരിയിലെ തൃപ്പനച്ചി എന്ന ഈ സ്ഥലത്ത് ഉസ്താദ് അവറുകളുടെ നിർദ്ദേശത്തിൽ നിർമ്മിക്കുന്ന കൊടിമരത്തിന്റെ പണിയിൽ പങ്കെടുത്ത ആൾക്ക് ഹജ്ജ് ചെയ്തതിനേക്കാൾ കൂലി. ഈ 2 കൊടിമരങ്ങൾക്കിടയിൽ നടന്നാൽ സഫാ മർവക്കിടയിൽ നടന്ന കൂലിയുണ്ട്. നിങ്ങൾ കേട്ടോളൂ, ഞാൻ വെറുതെ വായിക്കല്ലോ. ഉസ്താദ് പറഞ്ഞു കൂലി നിങ്ങൾക്ക് കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. ഇതൊക്കെ ജിന്നുകളെ കൊണ്ട് ചെയ്യിക്കാൻ എനിക്കറിയാഞ്ഞിട്ടല്ല. ഇതൊക്കെ വേണമെങ്കിൽ ജിന്നുകളെ കൊണ്ട് ചെയ്യിപ്പിക്കാം, പക്ഷേ എനിക്ക് നിങ്ങൾക്കൊക്കെ ഒരു കൂലി കിട്ടിക്കോട്ടെ. എന്താണ് ഈ പറഞ്ഞ ശരിക്കും മനസ്സിലാക്കിക്കോളൂ. നമ്മുടെ ഈ തൃപ്പനച്ചയിലെ കൊടിമരങ്ങൾക്കിടയിൽ നടന്നാൽ സഫാ മർവക്കിടയിൽ നടന്നതിന്റെ കൂലിയുണ്ട് എന്ന് വലിയുല്ലാഹി തൃപ്പനച്ചി ഉസ്താദ് പറയുകയാണ്. എന്തേ അംഗീകരിക്കാൻ ഒരു പ്രയാസം? ഒരു പ്രയാസം ഞമ്മക്കില്ല, നിങ്ങളോടല്ലോ ചോദിക്കുന്നു. ഹജ്ജ് ചെയ്ത കൂലി എന്നല്ലേ പറഞ്ഞു. എത്ര ലക്ഷങ്ങൾ മുടക്കിയിട്ട് നമ്മൾ അവിടെ പോയി എത്ര ദിവസം ഇവിടെ ഒരു പണിയിൽ പങ്കെടുത്താലല്ലേ കൂലി പറയുന്നത്.